ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ഹവേഴ്സ് ഇൻ ലക്ഷദ്വീപ്. അപ്പം വിഷമമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം സമയം 7:15 9:15 നമ്മളെ ഫ്ലൈറ്റ്. നമ്മളിപ്പം വണ്ടി വരും, നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവാണ്. പാക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒന്നുമില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം തന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലക്ഷദ്വീപിൽ മാത്രം കിട്ടുന്ന ലക്ഷദ്വീപ് ഉണ്ടാന്ന് പറയുന്ന സാധനം. നല്ല മധുരമൊക്കെ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് നാട്ടിലെത്തിയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ടില്ലേ? ഇവിടെ ബില്ല് വന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 10 പാക്കറ്റ് നമ്മൾ മീനച്ചാർ. ഇന്നലെ ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നതോട് പോയിട്ട് ഫ്രഷായിട്ട് ചൂടോട് കൂടി കഴിച്ചു നോക്കിയിട്ട് വാങ്ങി. ഇന്നലെ വാങ്ങിയ മീനും കൂടെ അപ്പം തന്നെ അച്ചാറിട്ടപ്പോൾ അപ്പം തന്നെ അപ്പോൾ റേറ്റ് ചുമ്മാ കാണിക്കാം. മീറ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കുടിച്ചില്ലേ, ഇവിടുത്തെ ലോക്കൽ ഡ്രിങ്ക്, അതിന് 200. അച്ചാറിന് 200ആണ്. 10 പാക്കറ്റായപ്പോൾ 2000. പിന്നെ ഉണ്ടക്ക് ഒന്നിന് 25 രൂപ. അങ്ങനെ നമ്മൾ എത്ര പാക്കറ്റ്? 25 പാക്കറ്റ്. ഓക്കെ, അപ്പം ഞാൻ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യട്ടെ. അപ്പം ഇത് എന്താ സെറ്റല്ലേ? കഴിഞ്ഞു. ഇത്ര പരിപാടി കിട്ടും. പിന്നെ ഒന്ന് ബാക്ക് ചെയ്യാനല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് 2 സൈഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി. പിന്നെ നല്ലോണം പാക്ക് ചെയ്ത് തന്നിട്ടോ അവർ ചെയ്ത് തന്നിട്ടോ, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഷിങ്കുവിൻ്റെ സന്തോഷ വാർത്ത ഉണ്ട്. ആയിഷക്കുട്ടീനെ ഇന്ന് ഷിങ്കുക്കാണ്. താങ്ക് യു സോ മച്ച്. ഞാനും ഐസ ഇങ്ങോട്ട് വരും. ഞാനും ഞങ്ങൾ ഗേൾസ് ട്രിപ്പ്. അല്ല, അവൻ ഞങ്ങളെ നോക്കണ ബോയ്സ്. എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടികളൊന്നുമില്ല. ഇവിടുത്തെ ഇക്കാനെയും കുറിച്ച് പറയും. അതായത് ഞങ്ങൾ നിന്ന പ്രോപ്പർട്ടിയിലുള്ള 2 പേരും സൂപ്പർ. നമ്മളെ വീട് പോലെ തന്നെ. നമ്മളിപ്പോ പറയാണ്, ഇവിടെ ഒരു ഫുഡ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഫുഡ് അത് കിട്ടുമോ? അപ്പൊ തന്നെ അന്ന് രാത്രി നമുക്കത് സർവ് ചെയ്യും. അതായത് പറഞ്ഞാൽ മതി അവരോട്. അപ്പം അതിന് നല്ല ട്രീറ്റ്മെന്റ്. അത് ഒരു കാര്യം ഉണ്ടാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ ഫുഡ് തന്നാൽ മതി. എന്നാലും നമ്മളൊരു ട്രഡീഷണൽ ഫുഡ് വേണമെന്ന് ഷിങ്കുന്ന ലാങ്കി വേണമെന്ന് പറഞ്ഞത് ഉണ്ടാക്കി എല്ലാം എന്തും നമ്മള് വീട്ടിൽ നിന്ന് വേറൊരു വീട് പോലെ. യെസ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്ന് താമസിക്കണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീം നിങ്ങൾ സെറ്റ് ചെയ്ത് തരും. മറക്കണ്ട, ലക്ഷദ്വീപ് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ഓഫ് മണി ആവൂല കേട്ടോ. നല്ല വർത്താണ്. പിന്നെ പാക്കേജസും നല്ല ചീപ്പാണ്. ആ മാൽദീവ്സിന്റെ അത്ര അങ്ങനെ ഹൈഫൈ ഒന്നുമില്ല. അപ്പം എന്തായാലും അതുപോലെ തന്നെ വൈബാണ്. മാൽദീവ്സിനേക്കാളും നല്ല എനിക്കിഷ്ടപ്പെട്ടത്, നിങ്ങൾ ആ വീഡിയോനേക്കാൾ ഇഷ്ടപ്പെട്ടത് എനിക്ക് ലക്ഷദ്വീപാണ്. ആൾക്കാരായാലും എന്തായാലും സ്നേഹം കൊണ്ടായാലും വാല്യൂ ഓഫ് മണിയാണ് എല്ലാം. ഇപ്പൊ തന്നെ വന്നോളൂ. എനിക്ക് തോന്നുന്നത് എന്തറിയാം, ഇതൊരു ഭാവി മാൽദീവ്സ് ആവും. അപ്പം റേറ്റ് കൂടെ. പിന്നെ ഇത് കുറ്റം പറയല്ല, ഇതൊരു ടൂറിസ്റ്റ് ഹോമായി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും കിട്ടൂല. എല്ലാവരും ബിസിനസ് മൈൻഡിലോട്ട് മാറും. അതുള്ളതാണ്. അത് ആരും കുറ്റം പറയാനില്ല. കാരണം സീറ്റം ടൂറിസ്റ്റുകൾ വരുന്നു പോകുന്നു അങ്ങനെ ആകുമ്പോൾ ഓരോ ലൈഫും ബിസി ആകും. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമയത്ത് വന്ന് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓൾറെഡി ഇവിടെ ടൂറിസം പീക്കായി വരികയാണ്. സോ എല്ലാവരും വരിക. ഇനി ഒരു ഷിപ്പ് വരുന്നുണ്ട്. ഇനിയിപ്പം ഷിപ്പിന്റെ ടൈമിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡെയിലി 1000 പേരൊക്കെയാണ് ഷിപ്പിൽ നിന്ന് ഇറങ്ങുക. എന്നിട്ട് വൈകിട്ട് കയറി പോകും. 1000 അല്ല 3000. അത് വലിയ ഷിപ്പാ. 7 നിലയുണ്ട് ക്രൂസി ഷിപ്പ്. അത്രയും കണ്ടുകൊണ്ട് നമ്മൾ ഇറങ്ങട്ടെ. പോട്ടെ. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. അതായത് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ഇതും ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് വേറൊരു വീട്, അതൊക്കെ കാരണമാണ്. താങ്ക് നല്ല എന്ത് ചോദിച്ചാലും കൊണ്ടുതരിക. ഇവിടുത്തെ അടുക്കളയും എല്ലാത്തിലും നമുക്ക് ഫ്രീഡം തന്ന് കയറാനായാലും കുക്ക് ചെയ്യാനായാലും എന്ത് പറഞ്ഞാലും രാത്രി ഗ്രില്ല് ചെയ്ത്
അപ്പം തന്നെ എല്ലാം ശരിയാക്കി. പോണേന് നല്ല വിഷമമുണ്ട്. ഞാൻ എവിടെയും ഇതുപോലെ നല്ല സ്നേഹത്തിലൊന്നും ഞാൻ നിന്നിട്ടില്ല. മീൻസ് ഇങ്ങനെ സ്റ്റേ അങ്ങനെയല്ലാന്നേ. അത് നമ്മളെ വീട്, അതല്ലേ ഞാൻ പറഞ്ഞത്. നമ്മളെ വീട് പോലത്തെ വേറൊരു വീട്. അതൊക്കെ നിങ്ങൾ കാരണം. ഞാൻ ഇനി ലക്ഷദ്വീപിക്ക് ഇങ്ങോട്ട് വരണുണ്ടെങ്കിൽ എന്തായാലും ഇവിടെയായിരിക്കും നിൽക്കാം. ഓക്കെ, താങ്ക് യു കേട്ടോ. അസ്സലാമു അലൈക്കും. ഞാൻ ഇത്താനോടും പറയട്ടെ. അപ്പോൾ നമ്മൾ ഇറങ്ങിയായി ഗൈസ്. നമ്മളെ വണ്ടി വന്നിക്ക് നോക്കിക്കോ. ഇത്താ പോട്ടെ. ഇത് പിടിച്ചോ, ഒരു മിനിറ്റ് പിടിക്കോ. ഇത്താനേലും നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. ഫുഡും എല്ലാം സൂപ്പറായിക്ക്. താങ്ക് യു സോ മച്ച്. തെറ്റ് പിടിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ഇക്കാനോട് പറഞ്ഞിക്ക് ഇവിടുത്തെ സ്റ്റേയിനെ കുറിച്ച്. നല്ല വിഷമമുണ്ട് പോവാൻ, പക്ഷെ പോയല്ലേ പറ്റൂ. പോയിട്ട് വരാം കേട്ടോ. ശരി, ഇൻഷാ അല്ലാ. ഇത്ത PG ഒക്കെ കഴിഞ്ഞതാട്ടോ. ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് +2കാർ. അങ്ങനെ പോട്ടെ കേട്ടോ. ശരി, നമ്മൾ പോവാണ്. ബൈ 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 ബൈ. യെസ്. സോ വീട് പറയാനുള്ള ടൈമായി കേട്ടോ. അവസാനമായി നമ്മൾ ഈ റോട്ടിൽ കൂടെ വീണ്ടും പോവാണ്. ഇൻഷാ അല്ലാ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരികയായിരിക്കും. ഈ കാണുന്നൊക്കെ ഇവിടുത്തെ കോട്ടേജുകളൊക്കെ കേട്ടോ. ഹോം സ്റ്റേ എല്ലാ സെറ്റപ്പും. നിങ്ങളിവിടെ എവിടെ വന്ന് നിന്നാലും ബീച്ചായിരിക്കും നിങ്ങളെ വ്യൂ. ബാക്ക് സൈഡ് വരിക കേട്ടോ. ഇവിടെ ഇനി ഓട്ടോറിക്ഷ ഇല്ലാതെ വിചാരിക്കേണ്ടത്. ഓട്ടോറിക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. കുറവാ, ഒരു 10-20 ഉണ്ടാവും. എത്രയാണ്? നമ്മളിപ്പം എയർപോർട്ട് റോഡിലേക്കാണ്. ഇതാണ് എയർപോർട്ട് റോഡ് കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയാൽ നമ്മൾ എയർപോർട്ടിലെത്തും. ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇടിച്ചിട്ട് എയർ ബാഗ് പുറത്ത് എത്തിക്കുന്നു. ഇതാണ് നമ്മളെ ഡ്രൈവർ വൻ പോക്ക. അതാണ് ഇങ്ങനെ. എന്നാലും ലാസ്റ്റ് ബ്യൂട്ടി ഒന്നിങ്ങനെ കാണിക്കാം. പക്ഷെ ഇതുവരെ മടുത്തിട്ടില്ല കേട്ടോ. 3 ദിവസം നിന്നിട്ട് നമുക്കൊരു മടുപ്പ് വരുമല്ല, അതില്ല. അതൊക്കെ എയർപോർട്ടിലെ ആൾക്കാരെ ഇറക്കിയിട്ട് വണ്ടി തിരിച്ചു വരുന്ന ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. പീസ്ഫുൾ കേട്ടോ. ചുറ്റും കടലാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇതുവരെ മഴ കിട്ടിയില്ലല്ലോ. 3 ദിവസവും മഴ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നാട്ടിലൊക്കെ നല്ല മഴ, പക്ഷെ ഇവിടെ മഴ തീരില്ല. എയർപോർട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഏരിയ എവിടെയാന്ന് ചോദിച്ചാൽ അത് ഇതാണ് കേട്ടോ. എന്താ രസം നോക്കി, ഭയങ്കര രസമല്ലേ. ഇങ്ങനെ റീൽസൊക്കെ എടുക്കാൻ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പറ്റിയ സ്ഥലം ഇതാണ്. അന്താൻ ബീച്ചിന്റെ അന്താൻ ബീച്ചിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നുള്ള ഈ ഒരു ഏരിയ. എയർപോർട്ടിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുന്നുള്ള ഏരിയ. പിന്നെ കൽപ്പാട്ടി അല്ലേ ആ ബീച്ച്. പിന്നെ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ അത് അവിടെ നിന്നാണ് നമ്മൾ പോവുക. എല്ലാം ഈ ഏരിയ വരുന്നത്. സമയം ഇപ്പോൾ 8:15 ഇല്ല 7:45 അല്ലേ. 7:45 എങ്ങനെ ആയിട്ടുള്ളൂ. 7:45 8 മണി. ഇന്ത്യക്കോ ഫ്ലൈറ്റിന് വരുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫ്ലൈറ്റ്. പിന്നെ ഗോവക്കുള്ളതാണെങ്കിലാണ് ഈ രാവിലെ വരുന്നത്. ഇന്ത്യക്കോയിൽ വരുന്നവർക്ക് നല്ലോണം ഉറങ്ങി എണീച്ചിട്ട് ആയിട്ട് പോയാൽ മതി. നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. കണ്ട എയർപോർട്ട് എന്നൊന്നും പറയില്ല കേട്ടോ. കുഞ്ഞിത് പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ട് അതിതാണ്. അഗത്തി. യെസ്, അഗത്തി എയർപോർട്ട്. നൈസ്. നമ്മൾ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ത്യക്കോന്റെ ആളതാ.
ഇതിലെ വന്ന് ഇറങ്ങി. ഇനി ഡിപ്പാച്ചർ ഇതിലെ ഓട്ടെ. ബൈ ബൈ. ഓക്കെ, അപ്പം നമ്മളെ കൂടെ 3 ദിവസം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും നോക്കിയത്. യെസ്, അവൻ വാപ്പൊക്കെ ഇന്നലെ രാത്രി വിളിച്ചിനു. ഇവര് ഒരേ സംസാരാ. അത് ശിങ്കു ഒരു സൈഡിൽ നിന്ന് തള്ളു. വാപ്പ എന്നാ വരും. അപ്പൊ പോട്ടെ, ഇനി വരും. നാട്ടിക്ക് വരുമ്പോ വയനാട്ടിൽ പോട്ടെ. നാട്ടിക്ക് വരുമ്പോ വിളിക്കും. ഇനി ഇവര് കല്യാണം കഴിഞ്ഞിട്ട് ഇനി കപ്പിൾസ് ആയിട്ട് വയനാട്ടിൽ വരും. എന്നാ ടാറ്റ. നമ്മള് പോവാണ്. ഇവിടെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിട്ടോ ചെക്കിങ് കഴിഞ്ഞിട്ട്. ഇനി ഇവിടെ ഒരു ചെക്കിൻ കൗണ്ടർ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും പോവാം. ഇവിടെ ഉണ്ട് കേട്ടോ. അത് സംഭവം എനിക്ക് ആദ്യം വന്നപ്പോൾ മനസ്സിലായില്ല. യാസിൻക്ക് ബോർഡിംഗ് പാസ് ഒക്കെ അതൊക്കെ അത് ഫോട്ടോ അയച്ചു കൊടുത്ത്. ആ ഇതാണ്. പക്ഷെ നമ്മള് ശരിക്കും പറയട്ടെ, വന്നപ്പോ ഇക്കുണ്ടിനു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ആ ഇറങ്ങിയപ്പോ അവിടെ എമിഗ്രേഷനിലുണ്ടിനു. ഇതാട്ടോ നമ്മളെ റിലേറ്റീവിന്റെ കസിനാട്ടോ. ഉമ്മർക്കാക്ക് കൽപ്പനയ്ക്ക് മാറ്റം കിട്ടിയില്ലേ? ആ അല്ല, ബോർഡിങ് ടൈം ചെയ്യാറായി അല്ലേ? ബോർഡിങ് ടൈമായി. ഇതാണ് അവിടുത്തെ കുഞ്ഞ് ബോർഡിങ് മെഷീൻ. എനിക്കതല്ല, എൻ്റെ റിലേറ്റീവ്സിന്റെ കസിന് ഒരു എമിഗ്രേഷൻ ഓഫീസർ ഫ്രം അഗത്തിയിൽ. ഇത് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ റെസ്ട്രിക്റ്റഡാ. അപ്പൊ വരുന്നവരൊക്കെ ശ്രദ്ധിക്കാം. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. എല്ലാവരും വെയിറ്റിംഗ് റൂമിലാണ്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നോക്കൂ, ബൈക്കിന്റെ ബാഗ് അവൻ എഴുതുന്ന മെൻഡോസ് വാങ്ങിച്ചു. 150 രൂപ മെൻഡോസ്. പക്ഷെ കടയിലും ഒരു 60 റുപ്യ. അപ്പൊ സെറ്റാ, കറക്റ്റാ. എല്ലാവരും വെയിറ്റിംഗ് ചെയ്തു. വാങ്ങിച്ചു കൊടുത്തു. പൈലറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയിട്ടിറങ്ങി. നമ്മളിത് ബോർഡിംഗ് ഗേറ്റിൻ്റെ അവിടേക്ക് പോവാട്ടോ. ഇത് ബോർഡിംഗ് പാസ്സൊക്കെ ഇറങ്ങിട്ടോ. നല്ല ആൾക്കാരല്ലേ, നല്ല രസമായി. നല്ല ഇഷ്ടപ്പെട്ട്. ആ അസ്സലാമു അലൈക്കും. വയനാട്. ആ വീട്ടിക്ക് വരി. ശരി, ഇൻഷാല്ലാ. ഞാൻ പറയൂ. പിന്നെ ഗൈസ്, അപ്പം നമ്മളിതേ ഇതൊക്കെ കഴിഞ്ഞിറങ്ങിട്ടോ. എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാ. ഇത് രസമാണ്. ഫ്ലൈറ്റ് നിർത്തിയതും എല്ലാം നല്ല അടിപൊളി. കണ്ടോ, ഒരു ഇത്രയും നല്ല വ്യൂ ഉള്ള നമ്മൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപും മാൽദ്വീപ്സും ഒക്കെ ആയിരിക്കും. എന്ത് രസമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്.
നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാട്ടോ. ഏറ്റവും ലാസ്റ്റ് ബോർഡ് ചെയ്യുന്ന ടീംസ് നമ്മൾ പോവാൻ. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഒരു വ്യൂ. ഞാൻ ഫുള്ള് വ്യൂ കാണിച്ചു തരാം. യാസിനിക്ക് അവിടെ എന്തോ റീൽസിന് വേണ്ടി എടുക്കുന്നുണ്ട്. ബോർഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഇവിടെ മറിക്കും അവിടെ മറിക്കും. ഇത് ലഗേജ് കേറ്റാട്ടോ. ഇത് രസമാണ്. നമ്മൾ സീറ്റ് ഇനി കണ്ടുപിടിക്കട്ടെ. ഏതാണെന്നറിയില്ല. ലാസ്റ്റ് കയറിയായിരുന്നു വ്ലോഗ് ചെയ്യാൻ നല്ല രസമുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇരുന്നല്ലോ. സെറ്റിൽ ഡൗൺ ആയ. ഓക്കെ സെറ്റിൽ ഡൗൺ. ഓക്കെ നമ്മൾ കയറി. ഇത് ഫ്ലൈറ്റിന് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുക. ഫ്ലൈറ്റിന് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യാസിനിക്കത് ബാഗൊക്കെ വെച്ചോണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങൾ കട്ട് ചെയ്യാം. ഞാൻ പറയണതും എടുക്കണതും കഷ്ടപ്പെട്ട്. ഹായ് ഗൈസ്. നമ്മൾ വന്നപ്പോ കണ്ടു നല്ല സ്പേസ് ഉണ്ട്. എനിക്ക് ഹാപ്പി കുറവുണ്ടല്ലേ. ഫ്ലൈറ്റിന്റെ ബ്രീഫിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞു. എഞ്ചിനൊക്കെ ഉണക്കി നല്ല അടിപൊളി. നല്ല വ്യൂ. സൂപ്പർ വ്യൂ ഇൻ ഫ്ലൈറ്റ്. ലാൻഡ്. ഇതാണ് ഗോവൻ മനോഹർ എയർപോർട്ട്. ഓ മൈ ഗോഡ്. വീണ്ടും റീഫിൽ ചെയ്യാലോ. അടുത്ത ട്രിപ്പിന് പോവാ. വീണ്ടും റീഫിൽ ചെയ്യാ. എന്തിനാ അങ്ങനെ? അവര് വീണ്ടും എണ്ണ റീഫിൽ ചെയ്യാട്ടോ. അതിൻ്റെ ഉള്ളിൽ ബോർഡിംഗ് പാസ് അപ്പം സോ ഡോറൊക്കെ തുറന്നു. എല്ലാവരും മൂവ് ചെയ്ത് തുടങ്ങി. നമ്മളൊരു ബസ്സിലാട്ടോ എഗെയിൻ. എയർപോർട്ടിൻ്റെ മനോഹർ എയർപോർട്ടിൻ്റെ വരാന്തയിലൂടെ ഞങ്ങൾ പോവുകയാണ്. ഇവിടെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ഉണ്ട് കേട്ടോ. കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് റീഫിൽ ചെയ്യാനൊക്കെ പറ്റും. പേഴ്സണൽ കുപ്പി. ഹലോ ഒരു മിനിറ്റ്. പിടിച്ചാന്ന് ടോയ്ലറ്റിൽ പോയിട്ട് ടോയ്ലറ്റും കാണിക്കല്ലോ. ഞാൻ ഒന്ന് കാണിക്കട്ടെ ബാത്റൂം. എയർപോർട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. നല്ല അടിപൊളി എയർപോർട്ടാട്ടോ. ഞാൻ വിസിറ്റ് ചെയ്തതിൽ വെച്ച് നല്ല സെറ്റപ്പ് എയർപോർട്ടാണ്. അതും ഡൊമസ്റ്റിക്കിൽ ഇത്രയും നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാം. ഞങ്ങൾ
ബാഗേജ് എടുക്കാൻ വേണ്ടി വന്നേക്കാട്ടോ. ബാഗേജൊക്കെ നേരത്തെ തന്നെ എത്തിക്കും, കുറച്ച് പേരുടെ. നമ്മളുടെ വന്നോന്നറിയില്ല, നോക്കണം. ബാഗേജ് എത്തി. ഞാൻ ബാഗേജ് തപ്പി നോക്കാം. ആ നമ്മൾ ബാഗ് ഫ്രണ്ട്സ് അല്ല, നമ്മളെ വണ്ടി കൊണ്ടുവന്ന്. ആ അല്ല, വേറെ ആൾക്കാരുണ്ട്, അപ്പം ഓരോ കൊടുത്തോ. ഒന്നും കൂടി ഉണ്ട്. പെട്ടെന്ന് കിട്ടിയില്ലേ ബാഗെല്ലാം? എല്ലാം നല്ല ഫാസ്റ്റാ, പെട്ടെന്ന് കിട്ടി. വെയിറ്റിംഗ് ഒന്നുമില്ല, ഇപ്പൊ തന്നെ വന്നിറങ്ങി പെട്ടെന്ന് കിട്ടി അല്ലേ. എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങളൊക്കെ. ബാഗേജിൻ്റെ ഇതൊക്കെ നോക്കാം, അലങ്കരിച്ച് വെച്ചേക്കണം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർപോർട്ടാണ്. അതും ഡൊമസ്റ്റിക്കിൽ നല്ല സെറ്റപ്പ് ആക്കി വെച്ചു. നോക്ക്, നമ്മളെ പെട്ടികൾ കിട്ടിയിരിക്കുകയാണ്. യാസിനിക്കാക്ക് പെട്ടിയൊന്നും തിരിച്ചറിയില്ല. ഞാനാണ് എനിക്ക് പിന്നെ പെട്ടിയിൽ പേരൊന്നും എഴുതണ്ട, ഞാൻ തിരിച്ചറിയും പെട്ടെന്ന് നമ്മളെ പെട്ടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുറത്തിറങ്ങണം. ഭയങ്കര പെട്ടെന്നായിരുന്നു ഇവിടെ കാര്യങ്ങൾ. നല്ല എയർപോർട്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ ഫാർ സോ ഗുഡ്. ഓക്കെ, നമുക്ക് പോവാം. നല്ല രസത്തിലെല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഐസിന് എനിക്ക് കൊണ്ടുവന്ന് അവന് ഞങ്ങൾ പോകുന്നതിന് ശേഷം, ഈ വീഡിയോ വന്നതിന് ശേഷം എന്നോട് കുറച്ച് തെറ്റിയിരിക്കാണ്ട്. അപ്പോൾ ഇനി എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഐസി ഒന്ന് കൊണ്ടുവന്ന് എല്ലാം കാണിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകട്ടോ. എക്സിറ്റായി, ഇനി വണ്ടിയൊക്കെ പിടിച്ചിട്ട് പോട്ടെ. സോ ഗൈസ്, അങ്ങ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ കാണുന്നത് ഇപ്പൊ വീട്ടിലാണ്. സംഭവം ഇന്ന് രാവിലെ പുലർച്ചക്ക് ഞാനും ആയിഷയും ശിങ്കും ഇവിടെ എത്തി. എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ നമ്മള് വീഡിയോ എടുക്കാതെ സത്യം പറഞ്ഞാൽ ടോട്ടലി ടയേർഡായിരുന്നു, വെയ്യായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് വരുന്നത് മാത്രം 2-3 ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഈറ്റയുടെ രണ്ടാളും വണ്ടി കയറിയിട്ട് ഇങ്ങനെയായിരുന്നു, ശിങ്കു ഇങ്ങനെയായിരുന്നു, ആയിഷ അതിനും വലിയത്. പിന്നെ ഞാൻ തന്നെ എല്ലാം ചെയ്യണം. ഞാന് ഉച്ചക്ക് 11:30 വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് രാവിലെ 2:50 നമ്മളെത്തിയത്. അത്രയും നേരം ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി. നാളെ കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡിക്കുന്നില്ല, അതുകൂടി കാണിച്ചു തരാം. പിന്നെ നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം അൺബോക്സിങ് ചേച്ചി, ദിസ് ഈസ് ലക്ഷദ്വീപ് ഉണ്ട കഴിച്ചിട്ട് അഭിപ്രായം എല്ലാവർക്കും കാണിച്ചു. ഉപ്പച്ചിയുടെ എങ്ങനെയുണ്ട്? തുറക്ക്, പൊളിക്ക്. ഇതെങ്ങനെയാ പൊളിക്കുന്നേ? പേപ്പറാണോ? ഇതെന്താ, തോടോ ഓലയോ? ഓ, ഞാന് എന്റെ മനസ്സിൽ എന്താ അറിയോ, ആയിഷ നമ്മള് കൂടെ ഉണ്ടല്ലോ. ഓ, എനിക്ക് തന്നില്ലല്ലേ? എന്റെ ഫാൻസ് ചോദിക്കും. ലക്ഷദ്വീപിൽ നമ്മള് കൂടെ ആയിഷ കൂടെ ഇല്ലാത്ത കാര്യം ഞാൻ മറന്നുപോയി. രണ്ടുപേരും ഓരോ തുമ്പിലിരുന്ന് കഷ്ടപ്പെടുന്നു. ഒരു കടി അടിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? കാണിച്ചേ? അയ്യോ, കാണിച്ചില്ലേ? നോക്കട്ടെ. ഇങ്ങനെ ഇരിക്കും ഉണ്ട. ഉണ്ണിയപ്പം പോലെയാണോ? അല്ലേ, വേറെ സ്വീറ്റ്. ലഡു പോലെ ഉണ്ടാവുക. ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? ആണോ? ഓ, കത്തി എടുത്തരോ? ഇത് നമ്മളെ കമർക്ക പാവം
പാക്ക് ചെയ്ത് തന്നെ. ഫുള്ള് പാക്ക് ചെയ്ത് തന്നിട്ടാ. ഈ അച്ചാറില്ലേ രാവിലെ വന്ന ടൂണ മീൻ, തലേന്ന് വന്ന ടൂണ മീൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഒരു അച്ചാർ ഇടുക. ഇട്ടോണ്ടിരിക്കുമ്പോ ചൂടോട് കൂടിയിട്ട് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങള് പാക്ക് ചെയ്ത് വന്നു. കാരണം അച്ചാറില്ല, എന്തോ ഭാഗ്യത്തിന് മീൻ വന്നു. ഉപ്പച്ചി കാണുന്നില്ല. ചേച്ചി അച്ചാർ കിട്ടുക മീന് സൂപ്പർ ടേസ്റ്റ്. ചേച്ചി സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല. 1 2 3 4 5 10 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതാണോ ഫ്രണ്ട്? ടൂണ ഫിഷ് പിക്കിൾസ്. പാവങ്ങള് ഇത് വിൽക്കുന്ന വീട്ടിൽ പോയി ഞങ്ങള്. എന്നിട്ട് അവിടെ ഒരു ഉണ്ടാക്കുക, അതിന് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടപ്പ എടുത്തു. പായസം കുടിക്കാനോ? എവിടെ? അത് പാവം കുട്ടികൾ വെറുതെ വിളിച്ചെന്നെ. സോ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുമ്പോ ഇത് കൂടി കൂട്ടി കഴിക്കാം. താങ്ക് യു. ഉപ്പച്ചയ്ക്കും ഒരു വരട്ടെ. പിന്നെ ശിങ്കു ഉപ്പച്ചും എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. കൊറേ ദിവസം കാണാതിരുന്ന് കണ്ടപ്പ തള്ളു മറക്കുണ്ടാവും. അല്ല, പെൺകുട്ടികൾക്ക് ഉപ്പമാരോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവും. ഈ വീഡിയോ എന്നാ വരികയെന്നും പറയാം. ഓ എന്താ പറഞ്ഞ എന്തെറ്റി? ഓക്കെ ബൈ ബൈ. ഞാൻ അച്ചാറ് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ചോറിക്കണം. ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്ന മീനച്ചാർ ഉപ്പച്ചിക്ക് കഷ്ണിലുണ്ട്. നമ്മൾ കഴിച്ചു കഷ്ണം അവിടെ അവിടെ. അങ്ങനുണ്ട്? സൂപ്പറാണോ? ഇവിടെ ഇവിടെ ക്യാമറ ഇവിടെ. ഒയ്യോ ഉപ്പച്ചി എക്സ്പ്രസിനുണ്ട്, നോക്കട്ടെ. ഇല്ലേ? അച്ചാറ് തന്നാല് എരിവ് ഉപ്പ് ഒക്കെ കൂടുതൽ ആണോ? ഉമ്മ കഴിച്ചു നോക്ക്. സൂപ്പർ അല്ലേ? ഞാൻ സൂപ്പർ ഒരു ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്. ഞാൻ നോക്കണേ, ഞാൻ പറഞ്ഞത് നോർമലി നല്ലതാ. ഇവർക്കൊക്കെ ഉപ്പ് കുറച്ചാണ് ഇഷ്ടം. ചൂടോടുക്ക് കഴിച്ചത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മെഞ്ഞാന്ന് ഇട്ടതാ. ഇട്ട പാടെ ഞാൻ ശിങ്കും പോയിട്ട് തിന്ന് നോക്കിട്ട് മേടിച്ച. ഇച്ചിരി കൂടി ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് ഉപ്പിലാക്കിട്ട് മിക്സ് ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ ബൈ.